നടനും മിമിക്രി കലാകാരനുമായ കൂട്ടിക്കൽ ജയചന്ദ്രൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഒരു സിനിമയിലെങ്കിലും ഈ ജന്മം അഭിനയിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇന്നിവിടെ വരെ എത്താൻ സാധിച്ചതെന്ന് ആ കുറിപ്പിൽ നടൻ വ്യക്തമാക്കുന്നുണ്ട്. ആരും അറച്ചു പോകുന്ന മാരകമായ ആരോപണം ഏൽപ്പിച്ചിട്ടും ഒരു വലിയ വിഭാഗം ആളുകൾ തന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് ഇപ്പോൾ ഈ കുറിപ്പ് എഴുതാൻ കാരണമായതെന്നും നടൻ കുറിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെയാണ് താരം കുറിപ്പ് പങ്കുവച്ചത്. 4 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന് പരാതിയെ തുടർന്നാണ് കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ പോലീസ് കേസെടുത്തത്. കുട്ടിയുടെ അമ്മയുടെ പരാതിയെ തുടർന്ന് കോഴിക്കോട് കസബ പോലീസായിരുന്നു നടനെതിരെ കേസെടുത്തത്. കുടുംബ തർക്കങ്ങൾ മുതലെടുത്ത് ജയചന്ദ്രൻ മകളെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. കൂട്ടിക്കൽ ജയചന്ദ്രന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: നിങ്ങളോട് പങ്കുവയ്ക്കാത്ത ഒരു കാര്യവും എനിക്കില്ല. നിങ്ങളുടെ വിശ്വാസ്യത കളയുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഒരൊറ്റ സിനിമയിലെങ്കിലും ഈ ജന്മം അഭിനയിക്കണമെന്ന കുഞ്ഞുനാളിലെയുള്ള മോഹതീഷ്ണത ഒന്നു മാത്രം എന്നെ അവിടെ എത്തിച്ചു. ഒരു അസന്മാർഗികതയിലൂടെയും പോകാൻ ഇടവരുത്താതെ പ്രകൃതി വഴി കാണിച്ചു. അവിടെ എത്തിയിട്ട് എന്തൊക്കെ നേരിട്ടെന്നറിയാമോ? സഹപ്രവർത്തകര് ഞെളിപിരി കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നു. നാട്ടുകാരിലും കൂട്ടുകാരിലും ചിലർ ഇരിക്കപ്പൊറുതിയില്ലാതെ കീഴ്മേൽ മറയുന്നു. കൂടെ ഒരുവൻ നന്നാവുന്നതിൽ ഇത്രയധികം വയറുനോവുണ്ടാവുന്ന മറ്റൊരു ജീവിയില്ല. എന്നിട്ടും ഈ അസൂയാമേധ്യങ്ങളുടെ ഇടയിലൂടെ ദൃശ്യം, ചാന്തുപൊട്ട്, ഇത്തരം അസാധ്യമായ വിജയങ്ങൾ ഉൾപ്പെടെ 30ഓളം സിനിമകളിൽ പങ്കാവാൻ കഴിഞ്ഞതിൽ അത്ഭുതം തോന്നുന്നു. അതിലെല്ലാം സഹകരിപ്പിച്ചവരെ മരണം വരെ സ്മരിക്കും, ദ്രോഹിച്ചവരെയും. ഇതെല്ലാം എഴുതാൻ കാരണം ആരും മറച്ചു പോകുന്ന മാരകമായ ആരോപണം ഏൽപ്പിച്ചിട്ടും നിങ്ങളിൽ ഒരു വലിയ വിഭാഗം മെസ്സേജിലൂടെയും കമന്റിലൂടെയും എന്നിലുള്ള വിശ്വാസം അറിയിക്കുന്നത് കൊണ്ടാണ്. മരണം വരെ നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ കലാകാരനായി നിൽക്കാൻ കൊതിക്കുകയാണ്. ഇനി ഞാൻ ഏത് ഷേപ്പിൽ വരുമെന്ന് അറിയത്തില്ല. ഏത് ഷേപ്പിൽ വന്നാലും നിങ്ങൾ ഉണ്ടാവണം. ഉണ്ടാവില്ലേടെ? ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. നഗരപരിധിയിലെ ഒരു വീട്ടിൽ വച്ച് നടൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ 4 വയസ്സുകാരിയെ ഉപദ്രവിച്ചെന്ന പരാതിയിൽ കോഴിക്കോട് കസബ പോലീസാണ് പോക്സോ കേസ് എടുത്തത്. കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും 7 മാസത്തോളം ഒളിവിലായിരുന്ന നടൻ ഹൈക്കോടതിയടക്കം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്.